ഹായ് ഗായ്സ്, ബസൂക്ക. ഞാൻ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ ആയത് ബസൂക്ക എപ്പോഴും ഉള്ളതെന്ന് വെച്ചാൽ അതിന് പോയി കണ്ട സിനിമയാണ്. ഒരു 2 മണി ആ ടൈമിലെല്ലാം കണ്ടായിരുന്നു. പോയി കണ്ട സിനിമയാണ്. ഉള്ള കാര്യം പറയാം, ആ സിനിമ കണ്ടിട്ട് ഈ സിനിമ കണ്ടോണ്ടാന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. ഞാൻ ആസ്വദിച്ചിരുന്നു. പിന്നെ കുറേ ഭാഗത്തൊക്കെ തീരുന്ന ഇത് ഇത്ര വലിപ്പിക്കണം. പിന്നെ അല്ല, മമ്മൂട്ടിയുടെ ഇത്രയും ലുക്ക് സ്റ്റൈലൊക്കെ അടിപൊളിയാണ്, അതറിയാം. പക്ഷേ ഈ സീനിൽ ഇത് പറയാതിരിക്കുന്നതൊക്കെ തോന്നി. അതായത് ഇതൊരു ഗ്ലാമറാണ്, സ്റ്റൈലാണ്, അതായത് ലുക്ക് അങ്ങനെയൊക്കെ മമ്മൂട്ടിയുടെ കൂടുതൽ സംഭവങ്ങൾ അതൊക്കെ അറിയാം. പക്ഷേ ഇത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനത്തെ സംഭവം പറയും. പിന്നെ ഈ വലിയ സംഭവം ഇങ്ങനെ എന്തോ വരാൻ പോകണമെന്ന് വെച്ചാൽ അതിനെയൊക്കെ ഇങ്ങനെ അതൊക്കെ എനിക്ക് തോന്നി അങ്ങനത്തെ കാര്യം തന്നെ ആയിരിക്കും എന്നൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സിനിമ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടമൊക്കെ കാണാനുള്ള സിനിമ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ തോന്നി. ഇത് ഗുഡ് ബാഡ് അഗ്ലി കണ്ടുകൊണ്ടാന്ന് പറയാം. കുറേയൊക്കെ അതായത് ഒരു മമ്മൂട്ടിയുടെ ഇങ്ങനത്തെ സ്റ്റൈലിഷ് സിനിമ ഇടയ്ക്ക് ഇറങ്ങാറില്ല, അതുപോലത്തെ ഒരു സിനിമ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സംഭവം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഭയങ്കര ട്രെയിലർ എങ്ങനെ സ്റ്റൈലിഷ് ആയിരിക്കണം അതുപോലെ സ്റ്റൈലിഷായിട്ട് സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഇതും ഫ്രെയിമും കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ. മമ്മൂട്ടീനെ വരെ, പിന്നെ ഗൗതം മേനോൻ, പുള്ളി എല്ലാ സിനിമയിലും വന്ന് ഒരു കാർ സൊല്യൂട്ടുമ്മ എന്ന് പറഞ്ഞ ഒരു രീതിയിൽ അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുക. പുള്ളിയുടെ സംസാരം അറിയാലോ, അതൊക്കെ തന്നെ അത് പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല. അതായത് ഒരു വട്ടമൊക്കെ കാണാം. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിനി ഇരുന്നിങ്ങനെ കണ്ട് അവസാനമൊക്കെ നല്ല. പക്ഷെ അവസാനത്തിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോയി അവസാനമൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഇന്ന് സത്യം പറയാല്ല, ഇന്ന് കണ്ട 2 സിനിമ എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. പിന്നെ ഇത് കണ്ട ഈ ഗുഡ് ബാഡ് അഗ്ലി കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ടു കാരണമാണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അതായത് നന്നായി കണ്ടത്. നേരെ സിനിമ കാണാതെ ഈ ഒരു സിനിമ കണ്ട് നേരെ വീട്ടിട്ട് പോകാണ്ടെന്ന് നന്നായി തോന്നി. കൂട്ടുകാരനത് അവനങ്ങനെ തന്നെ തോന്നി. അതുകൊണ്ട് ഒരു വട്ടമൊക്കെ കാണാവുന്ന ഒരു മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സിനിമ, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതിനകത്തുള്ള ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും അതേ ഒരു സിനിമയിലൊക്കെ ചെയ്യണ പോലെ മമ്മൂട്ടിയൊക്കെ ലാസ്റ്റ് ഇത്തിരി ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ കൂടി മമ്മൂട്ടി പടം എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലേ, ഈ അടുത്തൊക്കെ ഇറക്കിയ സിനിമയുടെ ഒരു ഇതില്ലേ. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റൈലിഷ് സിനിമകൾ എടുത്ത് അഭിനയിക്കും. പക്ഷേ ഇത് ഇപ്പോൾ ഒരു സിനിമ ആയിട്ടാണ് പുള്ളിയുടെ സ്ക്രിപ്റ്റ് അറിയാലോ. എനിക്ക് പുള്ളിയുടെ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി മമ്മൂട്ടി അടുത്ത് കഴിഞ്ഞ് പുള്ളി എന്തൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റി സ്ക്രിപ്റ്റൊക്കെ എടുക്കുള്ളൂ. ഇനി വരട്ടെ. മമ്മൂട്ടിയുടെ പടം എനിക്ക് പുള്ളിയുടെ ഇപ്പോൾ പടങ്ങളൊക്കെ ഓരോന്നും ഇറങ്ങാൻ കൊതിയാവാണ്. ഇപ്പോൾ ഈ പടമൊക്കെ എനിക്ക് ഈ പടം അങ്ങനെ മോശമായിട്ടാണ്, ബോറായിട്ട് എനിക്കങ്ങനെ തോന്നിച്ചിട്ട്. ഇപ്പോൾ എമ്പുരാനൊക്കെ പ്രതീക്ഷപ്പെട്ട് മിക്കവർക്കൊക്കെ ഉണ്ടായി. ഇപ്പോൾ എമ്പുരാനെക്കാരൻ അടിപൊളി വെച്ചാൽ എമ്പുരാൻ വേറൊരു സാധനം അറിയാലോ. ഒരെണ്ണത്തിൻ്റെ അതിൻ്റെ അതൊക്കെ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബിഗ് ബി എമ്പുരാനെ വെച്ചാൽ അങ്ങനെ വെച്ച് നമുക്കതിനെ കമ്പയർ ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് വെച്ചാൽ അങ്ങനെയൊന്നും പറ്റില്ല. ഇതൊരു വേറൊരു സാധനം. അത്യാവശ്യം ഒരു തവണയൊക്കെ കാണാവുന്ന ഒരു പടം. കാണാത്തവരുണ്ടെങ്കിൽ ഇതിപ്പോൾ തിയേറ്ററിൽ കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് അങ്ങനെ തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ടൈമുണ്ട്, കാശുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി കുട്ടി തിയേറ്ററിൽ കാണാവുന്ന ഒരു പടം, മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പടം. അപ്പോൾ എന്തായാലും നാളെ കാണാം. നാളെ മരണമാസ് അതൊന്ന് കാണണം. എനിക്ക് ആ സിനിമ കാണണം എന്നായിരുന്നു ഭയങ്കര ഒരു ഇത്. അതായത് പക്ഷേ എന്താവും ഈ 4 മണിക്ക് ഇപ്പം എന്താ കാണാൻ ഭയങ്കര ഇതായി പോയി. അപ്പോൾ നാളെ എന്തായാലും മരണമാസം എന്തായാലും പോയി കാണണം. അത് രാവിലെയാണ് പോയി കാണണം. അപ്പോൾ ബൈ.